കള്ളു കുടിച്ചും ദുർനടപ്പ് നടത്തി മറ്റുള്ളവരെ തല്ലി നടന്നവരും എന്റെ കൂടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. അവർ സമാധാനം കണ്ടെത്തിയത്, പാപമോചനം കണ്ടെത്തിയത് യേശു ക്രിസ്തുവാണ്. ക്രിസ്തീയ മതത്തിലായിരുന്നവരുണ്ട്, അവർ ക്രിസ്തീയ മതം തള്ളി പള്ളിക്കാരെയും അച്ഛന്മാരെയും തള്ളിക്കളഞ്ഞ് യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചത് വഴി അവർക്കും സമാധാനമുണ്ടായി. ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ക്രൂശിലേക്കൊന്ന് നോക്കുവിന്. ആ ക്രൂശിൽ അടിയേറ്റ് തകർക്കപ്പെട്ടവനായിരിക്കും ഒരുവൻ കിടക്കുന്നത് കണ്ടു. അവന്റെ ശരീരം മുഴുവൻ അടിയേറ്റ് തകർക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ മുഖത്ത് പാപികളായിരിക്കുന്ന മനുഷ്യർ തുപ്പലേറ്റ് നിന്ദിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും അവനെ ക്രൂശിൽ രണ്ട് കള്ളന്മാരുടെ മധ്യേ ഒരു മരക്കുരിശിൽ അർത്ഥനഗ്നനായിട്ട് ശരീരമാസകലം അടിയേറ്റ് തകർക്കപ്പെട്ടവനായിട്ട് അവന്റെ ശരീരത്തിൽ നിന്ന് മാംസകഷ്ടങ്ങൾ തെറിച്ചു പോയിട്ട് അവന്റെ അസ്ഥികൾ ഓരോന്നും എണ്ണുവാൻ കഴിയത്തക്കവണ്ണം അവനിതാ പീഡിക്കപ്പെട്ടവനായിട്ട് പീഡിതനായിട്ട് ആ ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോഴും അവൻ പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവൻ പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ ശിക്ഷ അവന്റെ മേലായി. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടേണ്ട എല്ലാ ശിക്ഷകളും യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഏറ്റു. ആ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോഴേ നമ്മളെ പുരോഹിതന്മാരും വഞ്ചിക്കല്ലേ, ക്രിസ്തീയ പുരോഹിതന്മാർ ഉൾപ്പെടെ നമ്മളെ വഞ്ചിക്കല്ലേ. ഇന്ന് വരെ രാഹുകാലത്തിൽ രക്ഷിപ്പാൻ ഈ പുരോഹിതന്മാരുടെ ശുശ്രൂഷയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നും പ്രിയപ്പെട്ട രാഹുകാലത്തിൽ രക്ഷിപ്പാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും പാപമോചനം നൽകി തരുവാൻ ക്രിസ്തീയ പുരോഹിതന്മാർക്കും കഴിഞ്ഞിട്ടില്ല. അവരുടെ ഉപദേശങ്ങൾക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ക്രൂശിലേക്ക് നോക്കുകയും ആ ക്രൂശിൽ യേശു ക്രിസ്തു ചൊരിഞ്ഞ രക്തത്താല് പാപമോചനവും അതിക്രമത്തിൽ നമുക്കൊരു വീണ്ടെടുപ്പ് സാധ്യമാക്കി.